ട്രോളിംഗ് നിരോധന കാലത്തെ ആനുകൂല്യങ്ങൾ നൽകാതെ മത്സ്യത്തൊഴിലാളികളെ അവഗണിക്കുകയാണ് സർക്കാർ. 1988 ട്രോളിംഗ് നിരോധനം നടപ്പാക്കിയ കാലത്ത് സർക്കാർ പ്രഖ്യാപിച്ച 4 ആഴ്ചത്തെ സൗജന്യ റേഷൻ മാത്രമാണ് ഇപ്പോഴും നൽകുന്നത്. നിരോധന കാലയളവിൽ മറ്റ് സംസ്ഥാനങ്ങൾ നൽകുന്നത് പോലെ മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും സാമ്പത്തിക സഹായം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു. ട്രോളിംഗ് നടത്തുന്ന 50,000-ഓളം മത്സ്യത്തൊഴിലാളികൾക്കും ഹാർബറുകളിലും ഫീലിംഗ് ഷെഡുകളിലും മത്സ്യ സംസ്കരണ വിപണന രംഗത്തും പ്രവർത്തിക്കുന്നവർക്കും ഉൾപ്പെടെ 100,000-ഓളം ആളുകൾക്കാണ് ട്രോളിംഗ് നിരോധന കാലത്ത് തൊഴിലില്ലാതാകുന്നത്. ജൂൺ 1 മുതൽ ജൂലൈ 31 വരെയാണ് കേരളത്തിൽ ട്രോളിംഗ് നിരോധനം. എന്നാൽ ഈ കാലയളവിൽ കിലോയ്ക്ക് 2 രൂപ വരെയുള്ള 25 കിലോ അരി മാത്രമാണ് തൊഴിലാളികൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന ഏക സഹായം. എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിലെ സ്ഥിതി അതല്ല. കർണാടക 42,000 രൂപ, ആന്ധ്രാപ്രദേശ് 20,000 രൂപ, ഒറീസ 15,000, പശ്ചിമ ബംഗാൾ 10,000, ഗുജറാത്തിൽ ഒരു ദിവസം 300 എന്നിങ്ങനെയാണ് ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാർ നൽകി വരുന്ന ധനസഹായം. ബംഗാളിൽ ഈ കാലയളവിൽ 10,000 രൂപ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുമ്പോൾ ഗുജറാത്തിൽ 75 ദിവസമാണ് നിരോധനം. ആ സമയത്ത് അവിടെ ഓരോ ദിവസവും 300 രൂപ വെച്ചിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇടുന്നുണ്ട്. ആന്ധ്രയിൽ 20,000 പക്ഷേ കേരളത്തിൽ മാത്രം ഇന്നും ഈ 25 കിലോ അരിയിൽ, ആ 25 കിലോ അരിയിലെ പ്രശ്നം അത് ഈ ഇതൊന്നും ഇല്ലെങ്കിലും BPL കാർഡുകാർക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഈ ഫിഷറീസിൻ്റെ പറയുന്ന രേഖകളും കടലാസുമെല്ലാം ആക്കി മത്സ്യഭവനിൽ അപേക്ഷ കൊടുക്കാൻ പോകുന്നതിന് 100 രൂപ ചിലവാക്കണം. അതിനേക്കാൾ നല്ലത് 50 രൂപയ്ക്ക് അവനവൻ്റെ റേഷൻ ഷാപ്പിൽ നിന്ന് ഈ അരി വാങ്ങാം. ഇക്കാലത്ത് ഇത് പ്രായോഗികമല്ല. മറ്റ് സംസ്ഥാനങ്ങളെ പോലെ ഇവർക്ക് ഒരു തക്കതായ സംഖ്യ കൊടുക്കണം. കേരളത്തിലെ 4,700-ലധികം വരുന്ന ട്രോളിംഗ് ബോട്ടുകളുടെ ഒരു ദിവസത്തെ പ്രവർത്തനത്തിന് വേണ്ടി മാത്രം ഏകദേശം 4 കോടിയോളം രൂപയുടെ ഇന്ധനം ആവശ്യമാണ്. അതുവഴി മാത്രം സർക്കാരിന് ലഭിക്കുന്ന നികുതിയും വലുതാണ്. നികുതി ഇനത്തിൽ വലിയ മുതൽക്കൂട്ടാവുന്ന തൊഴിലാളികളെ പക്ഷേ സർക്കാർ അവഗണിക്കുകയാണ്. കേരളത്തിലെ പണിക്ക് പോകുന്ന ബോട്ടുകാർ ഡീസൽ അടിച്ചാൽ ഒരു ഏകദേശ കണക്ക് 4 കോടി രൂപ ഓരോ ദിവസവും ഇന്ധനത്തിന് വേണ്ടി ഈ ബോട്ടുകാർ ചെലവാക്കുന്നുണ്ട്. 2 മാസം ട്രോളിംഗ് നിരോധനം, 10 മാസം വേണ്ട ഒരു 6 മാസം അവർ പണിക്ക് പോകുമ്പോൾ ഡീസൽ അടിക്കുന്നതിൻ്റെ വകയിൽ കേരള സർക്കാരിന് കിട്ടുന്ന ഒരു സംഖ്യ അത് വലിയൊരു തുകയാണ്. അതോടൊപ്പം തന്നെ ഐസ് കമ്പനികൾ, മത്സ്യ കച്ചവടം, ആഭ്യന്തര കച്ചവടം, കയറ്റുമതി, അങ്ങനെ നിരവധിയായ വരുമാനം. ഈ ഡീസലിൻ്റെ ടാക്സിന് പുറമെ അതിൻ്റെ ഇരട്ടി വരുമാനം മറ്റ് മേഖലയിൽ മറ്റ് വിധത്തിൽ ഈ ട്രോളിംഗ് സംബന്ധമായി സംസ്ഥാന സർക്കാരിന് വന്നത്. ട്രോളിംഗ് നിരോധനം ഏറ്റവും ആദ്യം നടപ്പിലാക്കിയത് കേരളമാണെങ്കിലും നിരോധന കാലയളവിലെ മത്സ്യ അനുബന്ധ തൊഴിലാളികളുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ 3.5 പതിറ്റാണ്ടിനിപ്പുറവും സർക്കാർ തയ്യാറായിട്ടില്ല. ജനം, കോഴിക്കോട്.